Welcome to mathematics class. കഴിഞ്ഞ വീഡിയോയിലെ ലാസ്റ്റ് പ്രോബ്ലം നമ്മൾ ചെയ്തു. അതിൽ നിങ്ങൾ കണ്ടു bn 0 ആയിരുന്നു, a0ഉം an ആണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ അതെ bn 0 ആയിരുന്നു, a0 an ഉണ്ടായിരുന്നു. കാരണം അത് പിന്നെ ഒരു ഈവൻ ഫംഗ്ഷൻ ആയിരുന്നു. ശരിക്കും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ അതൊരു ഈവൻ ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ -l to l എന്ന ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തോളൂ. -a to a ഈവൻ ഫംഗ്ഷൻ എന്താ 2 times 0 to a f ആണ്. -a to a f of x dx is equal to 2 times 0 to a f of x ആണ്. എപ്പോൾ f ഈവൻ ആകുമ്പോൾ. എപ്പോൾ ഓഡ് ആകുമ്പോഴോ -a to a ഓഡ് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു 0 ആണ്. ആ പ്രോപ്പർട്ടി നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്ക്, കഴിഞ്ഞ പ്രോബ്ലം ശരിക്കും യഥാർത്ഥത്തിൽ ഈ സെക്ഷനിൽ ഇതിൽ വരുന്നതാണ്. ശരിക്കും ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ നോക്ക്, ഫോറിയർ സീരീസ് ഓഫ് ഈവൻ 2l പീരിയഡിക് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓവർ -l. ഒരു ഫംഗ്ഷൻ ഈവൻ ആണെങ്കിൽ ഒരു ആർബിട്രറി ഇൻ്റർവെൽ ആണ്. ഇതിപ്പോൾ ഏതുപോലെ തന്നെയാണ് നമ്മൾ -π എന്ന ഇൻ്റർവെല്ലിൽ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഫോറിയർ കൊസൈൻ സീരീസും ഓടാണെങ്കിൽ ഫോറിയർ സൈൻ സീരീസും ആണെന്ന് പറഞ്ഞല്ലോ. അതന്നെ സാധനം. പക്ഷേ എന്താ ഒരു അതിനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അതിനൊന്ന് ജനറലൈസ് ചെയ്തെന്നുള്ളൂ. -π തന്നെ വരണം എന്നില്ല. -π/2 + π/2 ആയാൽ മതി, അല്ലെങ്കിൽ -3π/2 + 3π/2 ആയാൽ മതി, അല്ലെങ്കിൽ -1 + 1 ആയാൽ മതി അല്ലേ. അപ്പോൾ ഇൻ്റർവെൽ എന്തായാൽ മതി -1, +1 അല്ലെങ്കിൽ -2, 2 ആയാൽ മതി എന്നാണ് പറയുന്നത്. -l, l ആയാൽ മതി. പീരീഡ് -l ആവുകയാണെങ്കിൽ നമുക്കറിയാം ദ ഫോറിയർ സീരീസ് ഓഫ് ഈവൻ 2l പീരിയഡിക് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓവർ -l ഈസ് എ ഫോറിയർ കൊസൈൻ സീരീസ്. ഇത് എപ്പോഴും എന്തായിരിക്കും ഉണ്ടാവുക? ഒരു ഫോറിയർ കൊസൈൻ സീരീസ് ആയിരിക്കും ഉണ്ടാവുക. കാരണം അതിൻ്റെ bn എന്താ വരിക വെച്ചാൽ ഇൻ്റഗ്രൽ -l to l bn വരെ -l to l f of x into sin nπx dx. f of x പിന്നെ ഈവനും sin nπx ഓടും ആയതുകൊണ്ട് പ്രൊഡക്റ്റ് ഓടായിരിക്കും. -l to l ഓട് വരെ 0 വരും. അപ്പോൾ bn 0 ആയി പോകും. bn 0 ആകുമ്പോൾ പിന്നെ എന്തേ ഉണ്ടാവുള്ളൂ? a0ഉം an ഉണ്ടാവുള്ളൂ. anൽ എന്തേ ഉണ്ടാവുള്ളൂ? കോസ് ഫംഗ്ഷനേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇതൊരു ഫോറിയർ കൊസൈൻ സീരീസ് ആയിരിക്കും. സൈൻ ഫംഗ്ഷൻ അതിലുണ്ടാവില്ല. അതുകൊണ്ട് ഇതൊരു കൊസൈൻ സീരീസ് ഉണ്ടാവുക. ഓക്കെ, f of x ഈക്വൽ ടു a0/2 + സമ്മേഷൻ an cos n x ആ വരിക. അതിൽ a0 എന്താ വരിക? 2/l × ഇൻ്റഗ്രൽ 0 to l f of x dx. an is equal to 2/l × 0 to l f of x cos nπx/l. ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ ഇതിലൊന്നുമില്ല. ഇതിൻ്റെ ജനറലൈസേഷൻ ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ കേസാണ്. ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ കേസാണ് നമ്മൾ മുന്നേ പഠിച്ചത്. അല്ലെങ്കിൽ മുന്നേ പഠിച്ചതിൻ്റെ ജനറലൈസേഷനാണ് ഇത്. അത്ര മനസ്സിലാക്കിയാൽ മതി. ഇതിൽ എല്ലിന് പകരം പൈ കൊടുത്താൽ നിങ്ങൾ അവിടുത്തെ എന്തായി? അവിടുത്തെ ഫോർമുലയായി. അവിടുത്തെ ഫോറിയർ കൊസൈൻ സീരീസ് എന്ന് പറഞ്ഞിട്ട് അവിടെ പഠിച്ചില്ല. അത് തന്നെ ഇത് സാധനം. എല്ലിന് പൈ കൊടുത്താൽ എന്താ പറയുക? 2/π × ഇൻ്റഗ്രൽ 0 to π f of x dx. 2/π × 0 to π f of x cos nx. അത്രേ ഉണ്ടാവുള്ളൂ. പയ്യും എല്ലാം ക്യാൻസലായി പോകും. f of x cos nx dx. ഇതാണ് നമ്മൾ അവിടെ പഠിച്ച ഫോറിയർ കൊസൈൻ സീരീസ്. അത് തന്നെയാണ് ഇത് സാധനം. അതിൻ്റെ ജനറലൈസേഷനാണിത്. മനസ്സിലാക്കി പഠിച്ചാൽ മതി. അപ്പോൾ നോക്ക്, ഇതിനൊരു എക്സാമ്പിൾ നോക്ക്. f of x equal to x square -1 less than x less than 1. Express the function f of x equal to x square. Express the function f of x is equal to x square -1 less than x less than 1 as a Fourier series with period 2. As a Fourier series with period തന്നത് 2. അപ്പോൾ ആൻസർ ഹിയർ 2l is equal to 2, which implies l is equal to 1. Therefore also f of x equal to x square is an even function. x square is an even function. അതുകൊണ്ട് ഇവിടെ എന്തായി? ഫോറിയർ സീരീസ് ഓഫ് ഈവൻ ഫംഗ്ഷൻ ആണ്. 2l പീരിയഡിക് ഫംഗ്ഷൻ ആണ്. 2l ആണ്. 2l എത്ര? 2, l 1. പീരിയഡിക് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓവർ -1 1 ആണ്. കണ്ടോ? -l l ആണ്. -l l എന്താ? -l l ഡിഫൈൻ ചെയ്ത ഈവൻ പീരിയഡിക് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് ഈ സെക്ഷനിലൂടെ ചെയ്യാം. ഈ സെക്ഷനിലുള്ള പ്രോബ്ലം ആണ് ഇതെന്ന് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? a0ഉം al ഒക്കെ കാണാം. നമുക്ക് a0ഉം al ഒക്കെ കണ്ടാൽ എന്താ വരിക? therefore a0 is equal to 2/l 2/1 into integral -1 to 1 f of x dx, which is equal to 2 into 0 to 1 അല്ലേ? 2 times 0 to 1 f of x dx. 2 times integral 0 to 1 f of x എന്തായിരുന്നു? x square dx. x square dx, it is equal to 2x³ from 0 to 1. it is 2/3. 2 into 1/3 minus 0, 2/3 എന്ന് കിട്ടും. a0 2/3. an എന്താ വരിക? 2/1 2 into integral 0 to 2 times integral 0 to l 1 f of x into cos nπ x by
L 1 dx. This is equal to 2 into integral 0 to 1 x square into cos n pi x dx. ഇത് ഹോംവർക്കാണ്. ഇത് കുറേ പ്രാവശ്യം ഞാൻ ചെയ്യുന്നു. ഞാൻ കുറേ ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ തന്നെ ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടണം. അപ്പോൾ അതൊന്നുമില്ല, 2 പ്രാവശ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ആദ്യം ഫസ്റ്റ് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ, സെക്കൻഡ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഒക്കെ ചെയ്യാം. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിൽ എക്സ് സ്ക്വയർ 2x ആവും. വീണ്ടും ചെയ്യുമ്പോഴേ 2x 2 ഒക്കെ ആയി മാറി ചെറുതാവുള്ളൂ. 2 സ്റ്റെപ്പൊക്കെ ചെയ്താൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. 4/n square pi square 4/n square pi square into minus 1 raised to n plus 1. Sorry, minus 1 raised to n. അത്ര മതി. 4/n square pi square into minus 1 raised to n എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എന്തായി? ആൻസർ കിട്ടുക. ഓക്കെ, ബി എൻ ഇവിടെ 0 ആണല്ലോ, അതുകൊണ്ട് എഫ് ഓഫ് എക്സ് എന്താ വരിക? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ നോട്ട് 2/3/2. 2/3/2 എന്ന് പറഞ്ഞാൽ 1/3. 1/3 പ്ലസ് അല്ലേ 2/3 ഡിവൈഡഡ് ബൈ 2. 2 ക്യാൻസൽ ആയി പോകും. 1/3 പ്ലസ് 4/pi സ്ക്വയർ നമുക്ക് പുറത്തെടുക്കാം ഇൻറ്റു ആദ്യം 1-ന് എന്താ കിട്ടുക? 1-ന് നമുക്ക് കിട്ടുക -1/1 സ്ക്വയർ. -1/1 -1/1 ആ വരിക. അപ്പോൾ കോസ് പൈ എക്സ് ബൈ 1 അല്ലേ, കോസ് പൈ എക്സ് ബൈ 1 പ്ലസ് 2-ന് എന്താ വരിക? 2-ന് ഇവിടെ കിട്ടുക 2-ന് കിട്ടുക 1/2 സ്ക്വയർ. അല്ല -1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/2 സ്ക്വയർ. 1/2 സ്ക്വയർ. അപ്പോൾ കോസ് 2π x ബൈ 2 സ്ക്വയർ മൈനസ് കോസ് 3π x ബൈ 3 സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇതാ വരിക മൈനസ് കോസ് പൈ എക്സ് പ്ലസ് കോസ് 2π x ബൈ 2 സ്ക്വയർ മൈനസ് കോസ് 3π x ബൈ 3 സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇതാണ് ദിസ് ഈസ് ദ ആൻസർ. ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതേപോലെ ഈ ചോദ്യം തന്നെ ഒന്നും കൂടി ജനറലൈസേഷൻ നിങ്ങൾക്ക് എക്സസൈസ് ആയിട്ട് വേറൊരു ക്വസ്റ്റ്യനും കൂടി. അപ്പോൾ എക്സസൈസ് ആയിട്ട് രണ്ടാമത്തെ ഒന്ന് ഇതാണ് ചെയ്യേണ്ടത്. ഒന്ന് ഇത് ചെയ്തിട്ട് ഇങ്ങോട്ട് എത്തിക്കണം ഹോംവർക്ക്. ഇത് ചെറിയൊരു ഇൻറ്റഗ്രേഷൻ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹോംവർക്ക്. ഇനി വേറൊരു ഹോംവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇതേ പ്രോബ്ലം തന്നെ കുറച്ചും കൂടി വലുതായിട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എൽ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സ്മോൾ എൽ ആണ്. അപ്പോൾ 2l എന്താ? 2l വരുന്നത് ഇവിടെ 2l ആണ്, 2 സ്മോൾ എൽ ആണ്. അതുകൊണ്ട് ക്യാപിറ്റൽ എൽ ഈക്വൽ ടു സ്മോൾ എൽ. ക്യാപിറ്റൽ എൽ എന്ന് പറഞ്ഞാൽ പീരീഡ് എന്താ? പീരീഡ് സ്മോൾ എൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രലൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? -l to l എന്നൊക്കെ പറഞ്ഞ് ചെയ്യേണ്ടി വരും. ഈ -1 to 1 സ്ഥലത്തൊക്കെ എന്താക്കുക? അതുപോലെ 2 times 0 to 1. അപ്പോൾ 2 times 0 to l. എ നോട്ട് എന്താ വരിക? 2 times 0 to l എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. എൻ എന്താ വരിക? എൻ വരെ 2/l ഇൻറ്റു ഇൻ്റഗ്രൽ 0 to l എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് n pi x ബൈ l ഡി എക്സ്. ഇതാട്ട വരിക ഈ പ്രോബ്ലത്തിൽ 2/l ഇൻറ്റു ഇൻ്റഗ്രൽ 0 to l എഫ് ഓഫ് എക്സ് കോസ് n pi x ബൈ l ഡി എക്സ് എന്നാണ് ഈ പ്രോബ്ലത്തിൽ വരും. ഇതാണ് പ്രോബ്ലം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ മൈനസ് എൽ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എൽ. ഓക്കെ, അപ്പോൾ ചോദ്യം ഇതാണ്. എഫ് ഓഫ് എക്സ് ഇസ് എ പീരിയഡിക് ഫംഗ്ഷൻ വിത്ത് പീരീഡ് 2l. ഫൈൻഡ് ദ ഫോറിയർ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ മൈനസ് എൽ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എൽ. പീരീഡ് 2l എന്ത് തന്നിട്ടുണ്ട്? സ്മോൾ 2l തന്നിട്ടുണ്ട്. പീരീഡ് വിത്ത് പീരീഡ് 2l. പീരീഡ് ക്വസ്റ്റ്യനിൽ തന്നത് 2l ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫൈൻഡ് ദ ഫോറിയർ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എൽ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സ്മോൾ എൽ മൈനസ് സ്മോൾ എൽ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സ്മോൾ എൽ വിത്ത് പീരീഡ് 2l. ഓക്കെ, ഫൈൻഡ് ദ ഫോറിയർ സീരീസ്. അപ്പോൾ അതിൻ്റെ ആൻസർ ചെയ്യുമ്പോൾ എന്നൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നറിയാം? ആൻസർ നിങ്ങൾക്ക് കിട്ടും l square by 3 പ്ലസ് 4l square by pi square മൈനസ് കോസ് പൈ എക്സ് ബൈ എൽ പ്ലസ് 1/2 സ്ക്വയർ ഇൻറ്റു കോസ് 2π x ബൈ എൽ. ഇവിടെയാണ് 1/2 സ്ക്വയർ ഇൻറ്റു പ്ലസ് 1/2 സ്ക്വയർ ഇൻറ്റു കോസ് 2x ബൈ എൽ മൈനസ് 1/3 സ്ക്വയർ ഇൻറ്റു ബൈ എൽ. ഇവിടെയാണ് ബൈ എൽ വരുന്നത്. കോസ് 3π x ബൈ എൽ അങ്ങനെ വരും. മൈനസ് കോസ് പൈ എക്സ് ബൈ എൽ, ഇവിടെ π x ബൈ എൽ മൈനസ് കോസ് പൈ എക്സ് ബൈ എൽ പ്ലസ് 1/2 സ്ക്വയർ ഇൻറ്റു കോസ് 2π x ബൈ എൽ മൈനസ് 1/3 സ്ക്വയർ ഇൻറ്റു കോസ് 3π x ബൈ എൽ പ്ലസ് എക്സെട്ര. ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇതിൻ്റെ ആൻസർ ഇതാണ്. അപ്പോൾ ഇത് കിട്ടണം. ഇതാണ് രണ്ടാമത്തെ ഹോംവർക്ക്. ഓക്കെ, എന്തായാലും ചെയ്യണം. ഇനി നമുക്ക് ഒരു ലാസ്റ്റ് ഒരു സംഭവം കൂടി ചെയ്യുക. ഫോറിയർ സൈൻ സീരീസും കൂടി ഒന്ന് ചെയ്ത് നോക്കുക. അത്രേ ഉള്ളൂ. ഫോറിയർ സൈൻ സീരീസ് എന്താ? ഇതേപോലെ നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ ഇപ്പോൾ 2 ക്വസ്റ്റ്യനും എന്ത് തന്നെയാണ്? 2 അല്ല 3 ക്വസ്റ്റ്യൻ ഉണ്ടായി.
ഈ 3 ക്വസ്റ്റ്യൻ എന്താ ഫംഗ്ഷൻ ഈവൻ ആണ്. ഇനി ഓഡ് വന്നാൽ എന്ത് വരും നോക്കുക. ഓഡ് വന്നാൽ ഫംഗ്ഷൻ ഓഡ് ആവുമ്പോൾ ഇൻ്റഗ്രൽ -L to L ഓഡ് a0 0 ആയി പോവും. ഇൻ്റഗ്രൽ -L to L a0 0 ആയി പോവും. അതേപോലെ തന്നെ an 0 ആയി പോവും. bn ഉണ്ടാവുള്ളൂ. അപ്പോൾ bn sin nx ഉണ്ടാവുള്ളൂ. സൈൻ സീരീസാണ് കിട്ടുക. അപ്പോൾ എന്താ വരുന്നത്? ഫോറിയർ സീരീസ് ഫോർ ഓഡ് ടു എൽ, ഫോറിയർ സീരീസ് ഫോർ ഓഡ് ടു എൽ പീരിയഡിക് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓവർ, ഇതാണ് സൈഡ് ഹെഡിങ് കിട്ടോ, ഡിഫൈൻഡ് ഓവർ -L ഇതാണ് സൈഡ് ഹെഡിങ്. ദെൻ ദിസ് ഈസ് എ, അപ്പോൾ ദിസ് ഈസ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും കൂടി എടുത്ത് എഴുതുക. ഈ സാധനം ഒന്നും കൂടി എടുത്ത് എഴുതുക. ഫോറിയർ സീരീസ് ഫോർ ഓഡ് ടു എൽ പീരിയഡിക് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓവർ L ഈസ് എ this is a the Fourier series of odd 2L periodic function defined over -L is a Fourier sine series. എന്താ കാരണം? a0 0 ആയിരിക്കും, an 0 ആയിരിക്കും, bn ആണ് ഉണ്ടാവുക. bnന്റെ ഒപ്പം എന്താ ഉണ്ടാവുക? സൈൻ ഉണ്ടാവും. കോസ് ടേം ആബ്സെൻറ്റും ആവും. അപ്പോൾ സൈൻ സീരീസ് വരിക. given by f of x is equal to summation bn sin n pi x by L n equal to 1 to infinity, with bn is equal to 2 by L into integral 0 to L f of x into sin n pi x by L dx. ഇതാണ് വരിക. നേരത്തെ അതേ കൗണ്ടർ പാർട്ട്. മറ്റേത് കൊസൈൻ സീരീസാണ്, ഇത് സൈൻ സീരീസാണ്. അത്രേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. വളരെ ഈസിയാണ് ഈ ഭാഗം. ഒന്ന് മനസ്സിലാക്കി കമ്പയർ ഒക്കെ ചെയ്ത് പഠിക്കണമെന്നേ ഉള്ളൂ. അല്ലാതെ ഒക്കെ കൂടി വെറുതെ എന്തൊക്കെയോ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല, ഒന്നും ഇതാവില്ല, ഫുൾ അങ്ങോട്ടോട്ട് മാറിപ്പോവും. പക്ഷേ ശരിക്കും ഒന്ന് എന്താ പറയുക, ഒരു പേപ്പറിലേക്കൊക്കെ എതിർത്ത് ഫോർമുല ഒക്കെ ഒന്ന് മാറ്റി എഴുതിയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് എല്ലാവരും തമ്മിലുള്ള വ്യത്യാസവും എല്ലാവരും തമ്മിലുള്ള റിലേഷനും വ്യത്യാസവും മനസ്സിലാക്കുക, ഡിഫറൻസും മനസ്സിലാക്കുക, സാമ്യതയും മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അവർ തമ്മിൽ എന്തൊക്കെ ബന്ധം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഏത് പ്രോബ്ലം കിട്ടിയാലും ഇത് ഏത് സെക്ഷനിൽ വരുന്നതാണ് അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി ആകെ 2 ചെറിയ കാര്യങ്ങൾ കൂടി ഉള്ളൂ നമ്മളെ ഫോറിയർ സീരീസിൽ. അത് കഴിഞ്ഞാൽ നമുക്ക് പഴയ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനാണുള്ളത്. അതേപോലെ പിന്നെ PD ഉണ്ട്, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട് കുറച്ച്, അതും വളരെ ഈസിയാണ്. അപ്പോൾ എങ്ങനെ കിട്ടി? അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള നമ്മളൊരു ക്വസ്റ്റ്യൻ. എക്സ്പ്രസ് ദ ഫംഗ്ഷൻ f of x equal to x. എക്സ്പ്രസ് ദ ഫംഗ്ഷൻ f of x equal to x, ഓഡ് ഫംഗ്ഷൻ f of x equal to x -1 less than x less than 1 as a Fourier series with period 2 as a Fourier series with period 2 ആണ്. So given 2L is equal to 2 which implies L is equal to 1. So bn is equal to എന്താ വരിക? ഇവിടെ നമുക്ക് കാണേണ്ട എന്താ? bn ആണ് കാണേണ്ടത്. bn കണ്ടാൽ എന്താ കിട്ടുക? bn കിട്ടുക 2/1 into integral 0 to 1 L 1 ആണ്. f of x into sin n pi x by 1 dx which is equal to 2 into integral 0 to 1 f of x and the x into sin n pi x dx which is equal to 2 into first function x into sin n pi x in integral cos n pi x by n pi minus integral of derivative of x 1 into cos n pi x by n pi dx 0 to 1. ഇതിന് ആൻസർ കിട്ടുക. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ സുഖമായിട്ട് നിങ്ങൾക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടാം. 2/n pi into ഇത് എക്സസൈസ് ആണ്. മൂന്നാമത്തെ എക്സസൈസ് നമ്പർ 3. ഇത് ചെയ്യുക. ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. 2/n pi into -1 raised to n plus 1. 2/n pi into -1 raised to n plus 1. അപ്പോൾ നിങ്ങൾക്ക് f of x കിട്ടും. f of x എന്താ വരിക? സമ്മേഷൻ bn sin n pi x by 1 dx. സമ്മേഷൻ bn sin n pi x by 1 എന്ന് പറഞ്ഞാൽ 1 വേണ്ട, അപ്പോൾ sin n pi x which is equal to n equal to 1 to infinity. അപ്പോൾ 2/pi പുറത്തെടുത്താൽ b1 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1/1 into -1 raised to 2 1/1 1 plus 1 ആ വരിക. sin pi x ആ വരിക. sin pi x 2 കൊടുക്കുമ്പോൾ ഇത് നെഗറ്റീവ് ആവും 1/2 വരും. sin 2pi x by 2 plus sin 3pi x by 3 minus etc.
അതാണ് ആൻസർ. sin pi x minus sin 2 pi x by 2 plus sin 3 pi x by 3 minus etc. This is the answer. ഇതോടുകൂടി നമ്മുടെ ഈ സെക്ഷൻ അവസാനിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഹാഫ് റേഞ്ച് ഫൊറിയർ സീരീസ് ആണ് എടുക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.